നമസ്കാരം, പുതിയ വ്ളോഗിലേക്ക് സസ്വാഗതം. നമ്മൾ ഇന്ന് ആദ്യത്തെ പരീക്ഷ എഴുതാൻ പോവുകയാണ്. ഈ പരീക്ഷ സീസണിലെ, അതായത് അടുപ്പിച്ചിന് എല്ലാ ആഴ്ചയും പരീക്ഷ ഉണ്ടല്ലോ, അങ്ങനെ ഈ ആഴ്ചത്തെ ആദ്യത്തെ പരീക്ഷ എഴുതാൻ പോവുകയാണ്. ഇന്നലെ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, ക്ഷമിക്കണം. കാരണം ഇന്നലെ നമ്മൾ പഠിത്തത്തിൻ്റെ വേറൊരു മൂർധന്യാവസ്ഥയിലായിരുന്നു. കാരണം ഇന്നലെ പഠിച്ചില്ലായിരുന്നെങ്കിൽ ശരിയാവില്ല. 2 പരീക്ഷ ഉണ്ടല്ലോ, അടുപ്പിച്ചായതുകൊണ്ട്, രണ്ടും കൊമ്പന്മാരായതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒരു പരിപാടിയും ചെയ്യാതെ ഇരുന്ന് പഠിപ്പ് തന്നെയായിരുന്നു. അതിൻ്റെ കൂടുതൽ ക്ഷീണം കൂടി ഉണ്ടായതിൻ്റെ പേരിൽ ഉറക്കം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, എന്താ പഠിച്ചതെന്ന് വലിയ പിടിയൊന്നുമില്ല. ഇപ്പോൾ ആദ്യത്തെ പരീക്ഷ എഴുതാൻ പോണു. സർജറിയാണ് ആദ്യത്തെ പരീക്ഷ. എഴുത്ത് പരീക്ഷയാണ്. എഴുത്ത് പരീക്ഷ എനിക്ക് എന്നും ഇഷ്ടമാണ്. ആ ചോദിക്കുന്ന സാധനത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് എഴുതി മറിക്കാം. പക്ഷേ നാളത്തെ പരീക്ഷ MCQ ആണ്, എനിക്ക് ഇഷ്ടമല്ല. അയാൾ ഒരേ ചോദ്യത്തിന് പല ഉത്തരങ്ങൾ തരും, ശരി പോലത്തെ കൺഫ്യൂസിങ് ഒക്കെ കളയും. മൊത്തം കൺഫ്യൂഷനായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, ഇപ്പോഴത്തെ പരീക്ഷ എഴുതാൻ പോവാം. ഇപ്പോൾ കാലത്ത് 8 മണിക്കാണ് ആദ്യത്തെ പരീക്ഷ. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ, പരീക്ഷ കഴിഞ്ഞിട്ട് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പം ശരി, നമുക്ക് ആദ്യത്തെ പരീക്ഷയായ സർജറി എഴുതിയിട്ട് വരാം. പരീക്ഷ കഴിഞ്ഞിറങ്ങി പരീക്ഷയെ കുറിച്ച് 2 വാക്ക് പറയുകയാണെങ്കിൽ 6 ചോദ്യങ്ങളായിരുന്നു, ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിനകത്ത് 2 എണ്ണം നല്ല രീതിയിൽ അറിയായിരുന്നു. അതങ്ങനെ തന്നെ അങ്ങോട്ട് എഴുതി വെച്ചു മകപ്പ് ചെയ്തതുകൊണ്ട്. പിന്നെയുള്ള 4 എണ്ണത്തിൽ 1 എണ്ണം എന്തോ അറിയാമായിരുന്നു. അത് എൻ്റെ ഉള്ളിലെ കുറച്ച് കലാകാരനെ ഇറക്കി അങ്ങോട്ട് എഴുതി. പിന്നെയുള്ള 3 എണ്ണം എന്താ എഴുതിയെന്ന് എനിക്കും വലിയ പിടിയൊന്നുമില്ല. അറിയാവുന്നതൊക്കെ എഴുതി വെച്ചു. അറിയാവുന്നതൊക്കെ ആ ക്വസ്റ്റ്യനിൽ കുറച്ച് വാക്കുകളുണ്ടാവുമല്ലോ, അതും കൂടി ഉൾപ്പെടുത്തി എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി കൂട്ടിക്കുഴച്ച് എഴുതി നമ്മളൊരു രസത്തിലാക്കി വെച്ചിട്ടുണ്ട്. വായിക്കുമ്പോൾ നല്ലൊരു സുഖം കിട്ടുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. അതായത് ഒരു 10% ഉറപ്പുള്ള രീതിയിൽ. ഇത് മുഴുവൻ കുതിരേനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ള കാര്യം നമുക്കറിയാലോ. അപ്പോൾ കുതിരേനെ ചുറ്റിപ്പെടുത്തി തന്നെ ഇങ്ങോട്ട് മൊത്തം എഴുതി വെക്കുക. പിന്നെ ചില അസുഖങ്ങൾ ജനറലായിട്ട് വരുന്നതുണ്ട്, അതും കൂടി അങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് എഴുതി വെക്കുക. ഇൻ മൈ ഒപ്പീനിയൻ, അല്ലെങ്കിൽ ഇൻ ഷോർട്ട് വി ക്യാൻ ഡു ദിസ് ഓൾസോ എന്നും പറഞ്ഞങ്ങോട്ട് എഴുതി വെക്കാം. അപ്പം അങ്ങനെയൊക്കെ ഇങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി റിസൾട്ട് വരുമ്പോൾ നോക്കാം. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഒരു ക്ലാസ് ഉണ്ട്, ഇൻഫെക്ഷസ്. അതിന് വലിയ പരിപാടികളൊന്നുമില്ല, വെറുതെ പോയി ഇരുന്ന് കൊടുത്താൽ മതി. ഒരു മുക്കാൽ മണിക്കൂറുള്ളൂ, 1.5 മണിക്കൂർ. ആ പുള്ളി വേഗം തീർക്കണം പ്രൊഫസറാണ്. അപ്പോൾ അവിടെ പോയിരിക്കണം. അത് കഴിഞ്ഞ് വീട്ടിൽ പോവാം, അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കാം. പഠിക്കുകയായിരുന്നു. മറ്റേ പരീക്ഷയുടെ റിസൾട്ട് വന്നു. അപ്പം നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ. പറഞ്ഞതുപോലെ തന്നെ പാസ്സായി. 5-ൽ 4.5 ഉണ്ട്. കുഴപ്പമില്ല, നല്ല മാർക്കാണ്. നല്ല മാർക്കല്ല, ഗംഭീര മാർക്കാണ്. ഇത്ര നേരം പഠിക്കായിരുന്നു, എൻ്റെ കണ്ണൊക്കെ അടിച്ചു പോയി തുടങ്ങി. കുറേ ഉണ്ട്. മിക്കതും ഇന്ന് രാത്രി ഉറക്കം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ടോക്സിക്കോളജി കുറേ മകപ്പ് ചെയ്യാനാണ്, ഏതാണ്ട് മൊത്തം മകപ്പ് ചെയ്യാനാണ്. അപ്പോൾ കണ്ണൊക്കെ അടിച്ചു പോയി തുടങ്ങി. എന്തായാലും പഠിക്കണം. ഒരു റൗണ്ട് പോലും ആയിട്ടില്ല. ഞാൻ ഇന്ന് കാലത്താണ് തുറന്നു നോക്കിയത്. കഴിഞ്ഞ ജോലിക്ക് പോയ ദിവസങ്ങളൊക്കെ സർജറി എടുത്ത് നോക്കിക്കൊണ്ടിരുന്നിരുന്നേ. മണ്ടത്തരായിപ്പോയി. പാസ്സാകും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് രാത്രി മൊത്തം ഇരുന്ന് പഠിക്കാം. കാലത്ത് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാം. കാരണം പൊട്ടുന്ന പരിപാടി നമ്മൾ ആലോചിക്കുന്നില്ല. പക്ഷെ പൊട്ടിക്കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനും ഓക്കെയാണ്. പക്ഷെ പൊട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിലാണല്ലോ ഒരു കിക്ക്. അതിൻ്റെ കൂടെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലും പിശുക്കൊന്നും വരുത്തരുത്. ഈ സമയത്താണ് ബ്രെയിൻ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് അബ്സോർബ് ചെയ്യുക. കാരണം ബ്രെയിന് നിർത്തി കത്തിച്ചുകൊണ്ടിരിക്കണം, സാധാരണ പോലെയല്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബീൻസ് ഒലത്താണ് കേട്ടോ. ബീൻസ് ഒലത്തുണ്ട്, അതുപോലെ നമ്മുടെ ചോറും ഉണ്ട്. പഠിത്തം അത് തന്നെ മെയിൻ. ഇങ്ങോട്ട് നോക്കൂ, കണ്ടോ? നമ്മളിവിടെ ഒരു ലെക്ചർ കഴിഞ്ഞപ്പോഴാണ് റിസൾട്ട് കണ്ടത്. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എഴുതാൻ കിടക്കുകയാണ്. അതേ ഉണ്ടല്ലോ, ഒരു ബുക്ക് ഫുൾ എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. ഇനി എന്താവുമെന്ന് എനിക്ക് വലിയ പേടിയൊന്നുമില്ല. പക്ഷേ നമ്മൾ പഠിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ പാസ്സാവും എന്നുള്ള പ്രതീക്ഷയിൽ പഠിക്കാം. അതിലാണുള്ളൊരു രസം. അപ്പോൾ ഇനി വരുന്നത് പോലെ ബൈ. ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. എൻ്റെ ശരീരവും പറഞ്ഞു വേണ്ടാന്ന്. പക്ഷെ എൻ്റെ ഈ 2 കണ്ണുകൾ പറഞ്ഞു അരുതു മകനെ. മറ്റേ ഡ്രാഗൺ സിനിമയിൽ മറ്റേതുപോലെ കൈ ഇങ്ങനെ കുഴഞ്ഞു പോകും. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ട് നമ്മൾ ഉറങ്ങിയേ പറ്റൂ, അഥവാ ഒന്ന് കണ്ണടച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തേ പറ്റൂ.
സോ കുറച്ചേരം കണ്ണടച്ച് കിടക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അല്ലെങ്കിൽ നാളൊക്കെ പരീക്ഷ ഹാളിൽ പോയിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് കുഴയും. അപ്പോൾ എന്തെങ്കിലും പഠിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് നമുക്ക് 24 മണിക്കൂറല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ആ 24 മണിക്കൂറിൽ എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയൊക്കെ ഭാഗ്യം പോലെ പാസ്സായില്ലെങ്കിൽ അപ്പം നമ്മൾ നോക്കും എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഇനി നമ്മുടെ പണി ഉറക്കം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നിൽക്കുക, ഇരിക്കുക, കിടക്കുക. ഇതേ കിടപ്പുറങ്ങും, ഇതേ രീതിയിൽ അങ്ങോട്ട് ഉറങ്ങും. ലൈറ്റൊന്നും ഓഫ് ചെയ്യില്ല, കാരണം 2 മണിക്കൂറിൽ ലൈറ്റ് വരും. കാലത്ത് ക്ലാസ്സിൽ പോണേക്കാളും മുന്നേ എന്ത് ചെയ്യണം, എണീക്കണ്ടേ? ഇനി ലൈറ്റുള്ളതാ സേഫ്. അപ്പം ശരി, ഗുഡ് നൈറ്റ്. ഇനി പരീക്ഷയ്ക്ക് പോകുമ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ടോ എപ്പോഴേലും കാണാം. ശുഭരാത്രി. കാലത്തായി, ഇനിയിപ്പോൾ പരീക്ഷ എഴുതുന്ന ചടങ്ങും കൂടെ ഉള്ളൂ. ടെൻഷൻ ഉണ്ടോ എന്ന് പലർക്കും സംശയം ഉണ്ടാവും. ടെൻഷനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ബോധമായിട്ടില്ല, കാരണം ഉറക്കം കുറവായിരുന്നു. പരീക്ഷ എഴുതി കഴിയുമ്പോഴേക്കാണ് മിക്കതും ബോധം വരാൻ സാധ്യതയുള്ളൂ. ആ ഒരു പരുവത്തിലാണ് നമ്മളിപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. നമുക്ക് എന്തായാലും പരീക്ഷ എഴുതിയിട്ട് നോക്കാം. പാസ്സാവാനുള്ള സാധ്യതകൾ കുറവാണ്, കാരണം ഞാൻ മുന്നത്തെ ഈ സബ്ജക്റ്റിൻ്റെ തന്നെ ഓരോരോ കൊളോക്കിയം ഇതിലും നന്നായിട്ട് പഠിച്ചിരുന്നു. ഇത് അത്രയും നന്നായിട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് അല്ല. പാസ്സാവുമെന്ന് നമുക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ കാലത്ത് തന്നെ പോവാണ്. ഇപ്പോൾ സമയം 8:30, 9 മണിക്കാണ് പരീക്ഷ. പോയി എഴുതിയിട്ട് നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. അപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് കാണാം. ബൈ. ഇന്ന് വേറെ പണിയൊന്നുമില്ല. പരീക്ഷയ്ക്ക് എഴുതുക, ഇത് പോയി തിരിച്ചടന്നുറങ്ങുക. പരീക്ഷ എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ പറയാം. പരീക്ഷ കഴിഞ്ഞ് കോളേജിൽ നിന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ തലയുണ്ടല്ലോ വെട്ടിപ്പൊളിഞ്ഞൊരു തലകറക്കം പോലെ. അപ്പോൾ തന്നെ ഒരു ചെന്തയിലും കഴിക്കണം. അപ്പോൾ ഇവിടെ സിനമൺ ബാറിൽ കയറിയിട്ട് ഒരു വറുത്ത കോഴി അങ്ങോട്ട് മേടിച്ചു. ഇത്രയും പ്രോട്ടീൻ മതിയാവുമായിരിക്കും. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോയിട്ട് ബാക്കി പരിപാടികളൊക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. പരീക്ഷ എങ്ങനെയുണ്ടായെന്ന് ഞാൻ പറയാം കേട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ബോധം ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്. ഉറങ്ങിയിട്ടില്ല, അതിൻ്റെ പ്രശ്നമാണ്. ആകെ ഒരു 1-2 മണിക്കൂർ കൊടുത്ത് കണ്ണടച്ച് കിടന്നിട്ടുള്ളൂ. അതും ഒരു ഷോക്ക് പോലെയായിരുന്നു. എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഉറങ്ങാൻ പറ്റണ്ടായിരുന്നില്ല. പിന്നെ സമ്മറിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്ന റോസാപ്പൂക്കൾ എല്ലായിടത്തും കാണും. പക്ഷെ റോസാപ്പൂക്കൾ പോലെ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. നമുക്ക് പരീക്ഷയുടെ സമയമാണ്. ഈ ആഴ്ചത്തെ കഴിഞ്ഞ എന്തൊക്കെയായാലും ഫ്രീ ആയി. ഇനി അടുത്ത ആഴ്ച പൂരപ്പറമ്പാണ്. 3 എണ്ണം ഉണ്ട്. എന്താവോ കണ്ടറിയണം. പക്ഷെ കണ്ടറിഞ്ഞില്ലെങ്കിലും നമ്മൾ പഠിക്കും. നമ്മൾ പഠിക്കാനാണ് വന്നത്. അതുകൊണ്ട് തന്നെ പഠിച്ച് മല മറിക്കും. ഇന്നും ഇന്നലെയും ഉറങ്ങാത്തതിൻ്റെ നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൊക്കെ വേദനെടുക്കണം. പക്ഷേ തിരിച്ചു പോയിട്ട് ചെയ്ത് കൂട്ടാനും കുറേ പരിപാടികളുണ്ട്. പരീക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പാഠമായിരുന്നു. അത് ഞാൻ പറയാൻ മറന്നു, ആദ്യം പറഞ്ഞു തുടങ്ങിയെങ്കിലും നല്ല പാഠമായിരുന്നു. ഈ പുള്ളിക്ക് ഈ പിള്ളേരെ പാസ്സാക്കാൻ എന്തോ ഒരു വിഷമമുള്ള പോലെയാണ്. അതായത് ഒരു ചോദ്യത്തിന് തന്നെ കുറേ ശരി ഉത്തരങ്ങളിടും. അതിനകത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ചൂസ് ചെയ്യാൻ പറയും. വൃത്തിയായിട്ട മനുഷ്യൻ. ആൾ കുറേ പിള്ളേരെ പൊട്ടിക്കണ ഒരു മനുഷ്യൻ. എന്ത് ചെയ്യാനാ? പോളണ്ടിലൊക്കെ ഒന്ന് വെറ്റിനറി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷയൊക്കെ എഴുതിക്കോട്ടെ. ഇവിടുത്തെ പ്രൊഫസർമാർ നല്ല കട്ടി ചോദ്യ പേപ്പർ ഇടാം. പഠിച്ചാലേ പാസ്സാവും, അല്ലെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെയും എഴുതാം. അതിൽ വേണമെങ്കിൽ കുറച്ചുപേരും കൂടി പാസ്സാവും. പക്ഷേ ഇവർക്ക് പൊട്ടിക്കാൻ ഒരു താല്പര്യം കൂടുതലാണ്. ഒരു 4-ാം വർഷം വരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. 4-ാം വർഷത്തിലാണല്ലോ. 3-ാം വർഷത്തിൽ പാത്തോമോർഫോളജി നല്ല കടുകട്ടിയായിട്ട് പൊട്ടിക്കും. ഇഷ്ടം പോലെ പിള്ളേർ പൊട്ടും. 4th ഇയറിൽ ഫസ്റ്റ് സെമ്മിൽ പാരസൈറ്റോളജി കട്ടയ്ക്ക് പൊട്ടിക്കും. അങ്ങനെ ഓരോ സെമ്മിലും ഒരു സബ്ജക്റ്റ് ഉണ്ടാവും എല്ലാവരും കൂടി പിഴിയാനായിട്ട്. ഈ സെമ്മിൽ ഞങ്ങൾക്ക് ഏറ്റവും പാടുള്ള സബ്ജക്റ്റ് ടോക്സിക്കോളജിയാണ്. ശരിക്കും എൻ്റെ അമ്മോ. അപ്പോൾ എന്തായാലും റിസൾട്ട് വരട്ടെ. റിസൾട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. അല്ലെങ്കിൽ വേണ്ട, റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ ഞാൻ പറയാം. ഈ വ്ളോഗിൽ ഇനി പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല. എനിക്കാകെ വയ്യ. ഈ പരീക്ഷയുടെ സ്ട്രെസ്സ് കാരണം കഴിഞ്ഞ 3 ദിവസം എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞായറാഴ്ച ജോലി കഴിഞ്ഞിട്ട് അപ്പം തുടങ്ങിയ പഠിത്തം ഇപ്പോഴാണൊന്ന് എൻ്റെ അവസാനത്തിലേക്ക് എത്തിയത്. ഉറക്കം വളരെ 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 കുറച്ച് മണിക്കൂറുകൾ, ബാക്കി ഫുൾ ടൈം പഠിത്തം തന്നെ. പിന്നെ ഇടയ്ക്കൊക്കെ നിന്നിട്ട് ഫുഡ് കഴിക്കുക എന്നല്ലാതെ വേറെ ഒരു പരിപാടിയും നടന്നിട്ടില്ല. കാരണം വേണമെങ്കിൽ നമുക്ക് പൊട്ടുന്നത് വിഷയമുള്ള കാര്യമല്ല. പക്ഷേ എനിക്ക് ബാക്കിയുള്ള എൻ്റെ ക്ലാസ്മേറ്റ്സ് പോലെ ഇന്ന് പൊട്ടി വേറൊരു ദിവസം എടുത്തിട്ട് പോയി പരീക്ഷ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ പാടാണ്. അപ്പം എൻ്റെ ജോലി കാര്യങ്ങളൊക്കെ അവിടെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ വേറെയും പരീക്ഷകളുണ്ടാവും. ഏറ്റവും നല്ല ഓപ്ഷൻ പരമാവധി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എഴുതിയെടുക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉറക്കം അങ്ങോട്ട് നീക്കി വെച്ചിട്ട് പഠിത്തം തന്നെ ഫോക്കസ് ചെയ്യണേ. എന്തുകൊണ്ട് പിന്നെ ഞാൻ അധികം ഉറങ്ങുന്നില്ല പരീക്ഷ ആയിക്കഴിഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് പോലെയാണ് എൻ്റെ കേസ്.
മൊത്തത്തിൽ നോക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ വെറുതെ കണ്ണിന് കുറച്ച് നേരം റെസ്റ്റ് കൊടുത്ത് പോയി പരീക്ഷ എഴുതി വന്നു കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ. അതിപ്പോൾ ഉള്ള ശീലമല്ല, നിങ്ങൾ 10ാം ക്ലാസ് തൊട്ടുള്ള ശീലം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെ. ഇപ്പോൾ വേറെ നല്ല കിടിലൻ വീഡിയോയിൽ കാണാം. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ പിടിച്ചു വെക്കും. ബൈ ബൈ.